നമസ്കാരം. ഷാഫി പറമ്പിലിന്റെ മൂക്കിനെ ട്രോളി KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. രാഹുൽ മാങ്കൂട്ടം ആകെ ഓവർ ആക്ടിംഗ് നടത്തി ചളമാക്കി കുളമാക്കി എന്ന് പറയാതെ വയ്യ. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. നമുക്കറിയാം, ഷാഫി പറമ്പിലിന്റെ മൂക്കാണ് കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച. പോലീസിനെ മർദ്ദിച്ച് ആക്രമിച്ച് വലിയ രീതിയിലുള്ള ഷോ കാണിച്ചതാണ്. അവസാനം ഏതോ ഒരു പോലീസുകാരൻ ഷാഫി പറമ്പിലിനും വെച്ചു കൊടുത്തു എന്ന്. അങ്ങനെ മൂക്കിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ആ പരിക്ക് പറ്റിയ ഷാഫി പറമ്പിൽ, അതായത് പരിക്ക് പറ്റിയെന്ന് പറയുന്ന ഷാഫി പറമ്പിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ അന്നേ ദിവസം പ്രതികരിച്ച പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. സാധാരണ മൂക്കിനൊക്കെ അടി കിട്ടിയാൽ ഇങ്ങനെയായിരിക്കും ശബ്ദം, അയ്യോ എന്റെ മൂക്ക് എന്നായിരിക്കും ശബ്ദം കേൾക്കുക. പക്ഷെ ഷാഫി പറമ്പിൽ വളരെ വ്യക്തതയോടെ യാതൊരു പ്രശ്നവുമില്ലാതെ സംസാരിക്കുന്നതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. കൂടുതൽ പിന്നീട് ഷാഫി പറമ്പിലിന്റെ മൂക്കിന് ഗുരുതരമായ പരിക്കെന്ന് പറഞ്ഞ് കോൺഗ്രസ് ഹാൻഡിലുകളിൽ ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോഴത്തെ സർജറി കഴിഞ്ഞു എന്ന് കേൾക്കുന്നു. എന്നാൽ ഈ തുടക്ക സമയത്ത് ഇദ്ദേഹത്തെ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്ന മെഡിക്കൽ ബുള്ളറ്റിൽ കാണാൻ സാധിച്ചത് സാരമായ പരിക്കെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ സർജറി കഴിഞ്ഞു എന്ന് പറയുന്നു. അതായത് താടിയും മീശയൊക്കെ വെച്ച് അതൊന്നും അടിക്കാതെ സർജറി നടത്തിയ ആ ഒരു ആശുപത്രിയുടെ, അല്ലെങ്കിൽ ആ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ. എന്തായാലും അതൊരു മഹാ അത്ഭുതം തന്നെയെന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയും പറയുകയാണ്. അപ്പോ പറഞ്ഞു വരുന്നത്, ഷാഫി പറമ്പിലിന്റെ മൂക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി, ഈ വയനാട് ദുരന്തബാധിതരെ പറ്റിച്ച ആ വിഷയത്തിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു പുതിയ മൂക്ക് രാഷ്ട്രീയവുമായി ഇറങ്ങുകയാണ് പ്രതിപക്ഷം. എന്തായാലും ആ മൂക്കൻ രാഷ്ട്രീയത്തിന് KT ജലീലിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള മറുപടി വന്നിട്ടുണ്ട്. അതായത് വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുന്ന ബഷീറിന്റെ നോവലിലെ ചില ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഷാഫിയുടെ മൂക്കിനെ ഉപമിക്കുകയാണ് KT ജലീൽ. ട്രോളുകയാണ്, പരിഹസിക്കുകയാണ്. അതായത് നമുക്കൊന്ന് വായിക്കാം. വിശ്വവിഖ്യാതമായ മൂക്ക് സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ തുറന്നു കാട്ടാനും ജനങ്ങളുടെ ഭ്രാന്തമായ ആവേശത്തെ കളിയാക്കാനും രാഷ്ട്രീയ പാർട്ടികളുടെ അപജയം സൂചിപ്പിക്കാനുമാകണം വൈക്കം മുഹമ്മദ് ബഷീർ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കൊച്ചു നോവൽ രചിച്ചത്. മഹാഭാരതം ലോകാവസാനം വരെയുള്ള കഥയാണെന്ന് പറഞ്ഞ കുട്ടികൃഷ്ണ മാരാർ എല്ലാ കാലത്തും ആ കഥയുടെ പുനരാവർത്തനം സംഭവിച്ചു കൊണ്ടിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ബഷീറിന്റെ കഥകൾക്കും അത്തരം ഒരു സിദ്ധി ഉള്ളതായാണ് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഓർമ്മത്താളുകളിൽ കഥയുടെ ഇതിവൃത്തത്തിന് മങ്ങലേറ്റിരുന്നു. അതൊരാവർത്തി കൂടി ഇന്നലെ വായിച്ചു. കഥാസാരം ഇങ്ങനെ: വിശ്വവിഖ്യാതമായ മൂക്കിലെ കഥാനായകൻ ഒരു കുശിനിക്കാരനാണ്. കുശിനിപ്പണി മാത്രമേ അയാൾക്കറിയൂ. 24-ാമത്തെ വയസ്സിൽ കഥാനായകന്റെ ജീവിതത്തിൽ ഒരു മഹാ അത്ഭുതം സംഭവിച്ചു. മറ്റൊന്നുമല്ല, നാൾക്ക് നാൾ നായകന്റെ മൂക്കിന് നീളം വെക്കാൻ തുടങ്ങി. നീണ്ട് പൊക്കിൽ വരെ അതെത്തി. അതോടെ നായകന് മൂക്കൻ എന്ന് പേര് വീണു. മൂക്കന്റെ മൂക്ക് കാണാൻ വിദൂര ദിക്കുകളിൽ നിന്ന് പോലും രാപ്പകലില്ലാതെ ആളുകൾ തിക്കും തിരക്കും കൂട്ടി ഒഴുകിയെത്തി. മൂക്കന്റെ അമ്മ മകനെ കാണാൻ ഫീസ് നിശ്ചയിച്ചു. എന്നിട്ടും തിരക്ക് കുറയാതായപ്പോൾ ഫീസ് വർദ്ധിപ്പിച്ചു. അങ്ങനെ മൂക്കുകൊണ്ട് കുശിനിപ്പണിക്കാരൻ ലക്ഷപ്രഭുവായി. വലിയ വീട് വെച്ചു. 2 സുന്ദരികളായ സെക്രട്ടറിമാർ ഇടം വലം നിന്ന് മൂക്കനെ പരിചരിച്ചു. ലോകത്ത് നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളെക്കുറിച്ചും മൂക്കൻ അഭിപ്രായം പറഞ്ഞു. അയാൾ അഭിപ്രായം പറയാത്ത വിഷയങ്ങൾ വളരെ നിസാരമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി. നാസിക പ്രമുഖൻ എന്ന ബഹുമതിയും മെഡലും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ആ നാട്ടിലെ പ്രമുഖ പാർട്ടി അയാളെ നേതാവാക്കി. എതിർ പാർട്ടിക്കാർ മൂക്കന്റെ മൂക്ക് ഒറിജിനൽ അല്ല, റബ്ബർ മൂക്കാണെന്ന് ആരോപിച്ചു. തുടർന്ന് സർക്കാരിനെതിരെ അവർ വൻ ലഹള നടത്തി. അവസാനം മൂക്കൻ അറസ്റ്റിലായി. മൂക്കന്റെ പരസ്യ വിചാരണയ്ക്കായി 48 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളെത്തി. അവരുടെ സാന്നിധ്യത്തിൽ വിദഗ്ധ ഡോക്ടർമാർ മൂക്കന്റെ മൂക്ക് പരിശോധിച്ചു. അതിലൊരു ഡോക്ടർ മുട്ടുസൂചി കൊണ്ട് മൂക്കന്റെ മൂക്കിൻ തുമ്പത്ത് കുത്തി. അപ്പോഴതാ ഒരു തുള്ളി പരിശുദ്ധമായ ചുവന്ന ചോര താഴേക്ക് ഉറ്റി വീഴുന്നു. മൂക്ക് ഒറിജിനൽ ആണെന്ന് വിശ്വകരന്മാർ പ്രഖ്യാപിച്ചു. ഇത് കേട്ട ജനങ്ങൾ ആർത്തു വിളിച്ചു, അത്ഭുത മൂക്കൻ സിന്ദാബാദ്. രാജ്യത്തിന്റെ പ്രസിഡന്റ് മൂക്കന് മൂക്കശ്രീ എന്ന ബഹുമതി നൽകി. ദേശത്തെ പ്രമുഖ പാർട്ടി അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തു. അങ്ങനെ അത്ഭുത മൂക്കൻ MP ആയി. നീണ്ട മൂക്കുകൊണ്ട് കഥാനായകൻ ലോകമെങ്ങും അറിയപ്പെട്ടു. അർത്ഥമില്ലായ്മയുടെ അർത്ഥം മനോഹരമായി അവതരിപ്പിക്കുന്ന ഈ കഥ എക്കാലത്തും പ്രസക്തമാണ്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ ഏറ്റവും പുതിയ കവർ ചിത്രമാണ് ഇമേജിൽ. ബേപ്പൂർ സുൽത്താന്റെ ക്രാന്ത ദർശിത്വം എത്ര അപാരം എന്ന് പറഞ്ഞാണ് KT ജലീൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. എന്തായാലും ഷാഫി പറമ്പിൽ ഇതിന് നല്ലൊരു മറുപടി കൊടുക്കാനില്ല എന്ന് തന്നെയാണ് ഇതിനടിയിൽ വരുന്ന കമന്റുകളിൽ കാണാൻ കഴിയുന്നത്. ഷാഫി പറമ്പിൽ MP ആയ ശേഷം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഗ്രാഫ് കുത്തനെ താഴുകയായിരുന്നു. അങ്ങനെ കുത്തനെ താഴ്ത്തിയതിന് പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ ഈ ഹെഡ്മാസ്റ്ററിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ഒരു പാത്രത്തിൽ ഉണ്ട്, ഒരു പായയിൽ ഉറങ്ങി ജീവിക്കുന്നവരാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ഗുരുതരമായ പല ആരോപണങ്ങൾ ഉയർന്നു വന്നു.
അതായത് ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി ആ പെൺകുട്ടി അവസാനം പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തിയെന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നു. ഒന്നും ഒരു ആരോപണമൊന്നുമല്ല, ഒരുപാട് ആരോപണങ്ങൾ വേറെയും വന്നിരുന്നു. പക്ഷെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു ആരോപണം അതായിരുന്നു. ആ പുറത്തു വന്നത് വോയിസ് റെക്കോർഡിംഗ് ക്ലിപ്പുകൾ അടക്കമുള്ള പല സംഭവങ്ങളായിരുന്നു. പക്ഷെ ആ വിഷയത്തിലൊന്നും രാഹുൽ മാങ്കൂട്ടം അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഉറ്റ തോടനായിട്ടുള്ള ഷാഫി പറമ്പിലിനോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചു. എല്ലാ വിഷയങ്ങളെയും പറ്റി പ്രതികരിക്കാറുള്ള ഷാഫി പറമ്പിൽ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല, വാക്കുകൾ കൊണ്ടുപോലും രാഹുൽ മാങ്കൂട്ടത്തെ നോവിച്ചില്ല. അങ്ങനെ നല്ലൊരു ഹെഡ് മാഷായി ഒതുങ്ങി അങ്ങനെ ഷാഫി പറമ്പിൽ പോയപ്പോൾ ഷാഫി പറമ്പിൽ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു, ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് കുട്ട പിടിച്ചു കൊടുക്കുന്നു ഷാഫി പറമ്പിൽ എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. ആ സമയത്താണ് പേരാമ്പ്രയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ എല്ലാ ശ്രദ്ധയും മാറ്റി തിരിച്ച് തനിക്ക് എത്രത്തോളം ജനപ്രീതി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഷാഫി പറമ്പിൽ ഒന്ന് പയറ്റി നോക്കിയതാണ്. പക്ഷേ സ്വന്തം പ്രവർത്തകർ പോലും ഷാഫി പറമ്പിന്റെ ആക്ടിങ് ഓവർ ആക്ടിങ് എന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത് സംഭവിച്ച് തൊട്ടു പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടവും കളത്തിലേക്ക് ഇറങ്ങുന്നു. അതുവരെ മാടത്തിനകത്ത് കയറിയിരുന്ന രാഹുൽ മാങ്കൂട്ടം ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുന്നു. ഷാഫി പറമ്പിലിനെ പുകഴ്ത്തിക്കൊണ്ട് ഒക്കെ പല പോസ്റ്റുകൾ ഇടുന്നു. ഈ വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടൊക്കെ പോസ്റ്റ് ഇടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പൊ തന്നെ ആളുകൾക്ക് മനസ്സിലായി ഷാഫിയുടെ ഈ നാടകം, ഷാഫി ഇപ്പോൾ ഈ നടത്തിയിട്ടുള്ള ഈ നീക്കങ്ങൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും തട്ടകത്തിലേക്ക് ഇറക്കാനുള്ള ഒന്നാണെന്ന്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സജീവമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണത്തിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ല. കാരണം അതൊക്കെ ഈ മൂക്കിൽ ഒതുക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം വല്ലാതെ ഓവർ ആക്ടിങ് ഫേസ്ബുക്കിലൂടെ നടത്തിയതാണ് ഈ ഷാഫി പറമ്പിലിന്റെ ഈ നാടകം പൊളിയാനിടയായത് എന്ന രീതിയിലുള്ള സംസാരങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ കേൾക്കാൻ നമുക്ക് കഴിഞ്ഞു. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ഒന്നുകൂടി രംഗത്തേക്ക് ഇറക്കാൻ വേണ്ടി ഹെഡ്മാഷ് കളിച്ച കളിയൊക്കെ എന്തായാലും കൊള്ളാം. പക്ഷെ പാലക്കാടിലെ ജനങ്ങൾ വിഡ്ഢികളും മണ്ടന്മാരുമല്ല എന്നാണ് പാലക്കാടിലെ ജനങ്ങൾ ഒന്നടക്കം പറയുന്നത്, കമന്റുകൾ ഇടുന്നത് അങ്ങനെ തന്നെയാണ്. വരാൻ പോകുന്ന 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശിഷ്യന് സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് മനസ്സിലായപ്പോൾ സീറ്റ് ഒപ്പിച്ചു കൊടുക്കാനുള്ള ഒരു നല്ല രീതിയിലുള്ള പ്ലാറ്റ്ഫോം ഒരുക്കിക്കൊണ്ട് ഇമേജ് ബിൽഡ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കിക്കൊണ്ട് ഷാഫി പറമ്പിൽ കാണിച്ചു കൂട്ടിയ ഈ മൂക്കൻ നാടകം എന്തായാലും വരാൻ പോകുന്ന നമ്മുടെ നാഷണൽ അവാർഡിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ മികച്ച നടനുള്ള അവാർഡ് ഷാഫി പറമ്പിലും, മികച്ച ഈ ഒരു സിനിമയായിട്ട് അത് കൊടുക്കുന്നെങ്കിൽ മികച്ച സിനിമയായിട്ടുള്ള ഈ മൂക്കൻ എന്ന് പറയുന്ന സിനിമയ്ക്കുള്ള ഒരു അവാർഡ് എന്തായാലും കേന്ദ്ര സർക്കാർ നൽകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനൊക്കെ നിങ്ങൾ വിമർശിക്കാതെ കഴുകുന്ന ആളുകളായതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അത് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഷാഫി പറമ്പിലിന്റെ നാടകം വി.ഡി. സതീശനെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി എന്നല്ലേ വി.ഡി. സതീശൻ പറഞ്ഞത്. അങ്ങനെ സസ്പെൻഷനുള്ള രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുക്കുന്നു, എല്ലായിടങ്ങളിലും സജീവമാകുന്നു, കോൺഗ്രസുകാർക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇതോടുകൂടി തന്നെ എല്ലാം ഒരൊറ്റ കൂട്ടാണെന്നും എല്ലാവരും കൂടി ജനങ്ങളെ പറ്റിക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തെയൊന്നും ഇവർ എങ്ങോട്ടേക്കും മാറ്റി നിർത്തിയിട്ടില്ല എന്നും ഒക്കെ മനസ്സിലായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ കൂടെ നിർത്തിയിട്ടുണ്ട്, ചേർത്ത് നിർത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ ചൂലെടുക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് വി.ഡി. സതീശനും ഒരു ചെറിയ നാടകം ഇറക്കി അഭിനയിച്ചു നോക്കിയതാണ്. എന്തായാലും എല്ലാ അഭിനേതാക്കളും നന്നായി അഭിനയിച്ചപ്പോഴും ഓവർ ആക്ടിങ് ആകെ എല്ലാവരെയും വെട്ടിലാക്കിയെന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.